ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിന്നോടല്ല. ഗുഡ് നൈറ്റ് ഏഞ്ചൽ. ഗുഡ് നൈറ്റ്. കിട്ടിയൊന്നും പോരാ. ആർക്ക്? എലിപ്പനി നിന്റെ അപ്പൂപ്പന്. എടാ ടെലിപ്പതിടാ. ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞത് അവളുടെ ഗുഡ് നൈറ്റ്. കണ്ടോടാ ചിത്ര സന്ദേശം. അണ്ണത് കുരിശാണ്ടാ. അണ്ണന് കിട്ടിയൊന്നും പോരെ. അണ്ണാ കഷ്ടകാലക്ക് സമയമേ കോണകവാൽ ബി പാമ്പ് ഹോത്താ ഹേ. നിർത്തണ പാമ്പാട്ടി. നിന്റെ ആ വിരലെടുത്തിട്ട് മൂട്ടി തിരിക്കട്ടെ. അപ്പുറത്തെ കാര്യം പോയിരിക്കടാ. ഒരു ഫോട്ടോ വന്നപ്പോ കളർ പറയണ്ട. അഞ്ജലി, ഐ ലവ് യു. എന്റെ ആദിത്തുമ്മ, നിന്റെ മനോഹരമായ വലത്തെ കണ്ണിൽ. ഇതാരാണ് ഉമ്മ വെക്കണം നോക്കിക്കണത്? ഇവ അതൂരിനെ അവിടെ കണ്ടല്ല. പൊതുവാൾ മാഷ. അപ്പോ അഞ്ജലി. അയ്യോ അയ്യോ അതെടാ ഭ്രാന്തായിടാ. കണ്ണും തുറന്ന് നോക്കടാ. മുതുക്കന്റെ മുഖത്താണ് ഇത്ര മുമ്പ് ചളിച്ചത്. സോറി, ഓരോരുത്തരുടെ ടേസ്റ്റ് അല്ലേ. യു കണ്ടിന്യൂ. എടാ എന്റെ പാ, ഇപ്പൊ ഞാൻ എന്ത് സഹിക്കും? എന്റെ കൂടെ ദൈവോട്ട് എനിക്കിപ്പോ മനസ്സിലായി. ദൈവത്തിന് ഏതാണ് കണ്ണട വെച്ച ദൈവം? എടാ പൊട്ടകടാപ്പ, ഈ കണ്ണട വെച്ച കാലടാ പൊതുവാൾ മാഷ്. ആ പൊതുവാൾ മാഷിന്റെ ബോളടാ എന്റെ അഞ്ജലി. ഇയാള് കോടീശ്വരനാണോ? അല്ല, സാധാരണ കെട്ടാമോണ പെണ്ണിന്റെ ഒപ്പം കോടീശ്വരനാകുമ്പോഴാണ് എല്ലാവരും തുളിച്ചത്. കോടീശ്വരനാ ഇയാള്? തൊലിയാർ മണിയൻ, തുക്കണാച്ചി, ഓന്തുളുക്കി, ഒടകൊല്ലി എന്റെ ജീവിതം നശിപ്പിച്ചവൻ. എടക്കടാപ്പ, അടുത്തിടെ പരിചയപ്പെട്ട ഒരാളോട് തോന്നുന്ന ഇഷ്ടമല്ല എനിക്ക് അഞ്ജലിയോട് തോന്നുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോ ഞാൻ കളിയാക്കിയില്ലടാ. ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നടാ. ഇന്നോ ഇന്നലെ നല്ലടാ ഞാൻ അവളെ പരിചയപ്പെട്ടത്. എന്റെ അഞ്ജലി ഒന്നും പറയണ്ട. പിന്നെ എപ്പോഴാ പരിചയപ്പെട്ടത്? ഒരു മിനിറ്റ്, ഒന്ന് ശ്വാസം വിട്ടോട്ടെട്ടാ. അണ്ണാ, ഈ ഫ്ലാഷ് ബാക്ക് ഒക്കെ കുറച്ച് ബോറടിയാണ്. എന്നാലും ഒന്ന് ചുരുക്കി പറയാൻ പറ്റുമോ? എല്ലാം തുടങ്ങുന്നത് കൂനന്തുരത്തിൽ വെച്ചിട്ടാ. കൂനന്തുരത്ത് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ഗ്രാമം അല്ലേ? അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? അതിന് ഏത് ഫ്ലാഷ് ബാക്കിലാണ് നളഞ്ഞു പിടിഞ്ഞ ഗ്രാമമുള്ളത്? എല്ലാ അതിമനോഹരമായിരിക്കൂലേ? പക്ഷെ കൂനന്തുരത്ത് സത്യത്തിൽ കാണാൻ രസമുള്ള സ്ഥലമാണ്. ഞാൻ പഠിച്ച കൂനന്തുരത്ത് UP സ്കൂൾ. ആ സ്കൂളിലെ പ്യൂണായിരുന്നു എൻ്റെ അച്ഛൻ. അണ്ണാ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? അണ്ണാ ശരിക്കും ഈ പള്ളിക്കൂടത്തിലൊക്കെ പഠിച്ചാണോ? അവിടുത്തെ ഏറ്റവും വലിയ പഠിപ്പിസ്റ്റായിരുന്നു. ഒന്ന് പോവാണ്ട് അവിടെ. ഇതെല്ലാരും പറഞ്ഞ ഡയലോഗാണ്. LKG പഠിക്കുമ്പോൾ 1ാം റാങ്കായിരുന്നു, 10ാം ക്ലാസ് പഠിക്കുമ്പോൾ മറ്റേ കരപ്പ വന്നിട്ടാണ് തോറ്റുപോയെന്നും. അണ്ണാ, നോണാണെങ്കിൽ കേൾക്കാൻ നല്ല രസം കേട്ടോ. രസമല്ല, സാമ്പാർ. ഇനി പറയാനുള്ള ഞാൻ. അയ്യേ, അണ്ണൻ തോന്നി ഒരു പിള്ളേരെ പോലെ. പിന്നെ അതിന്റെ ഇടയിൽ കയറി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന. ഇല്ല, ഉണ്ടാക്കൂല. പറഞ്ഞു. നന്നായിട്ട് പഠിക്കുമായിരുന്നു എന്ന് പറഞ്ഞത് ചുമ്മാതല്ലടാ. ഞാനെന്നാ സ്കൂളിലെ ലീഡറുമായിരുന്നു. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഞങ്ങളുടെ സ്കൂളിലേക്ക് മാറ്റം കിട്ടി പുതിയ ഹെഡ് മാഷായിട്ട് പൊതുവാൾ മാഷ് വന്നത്. അങ്ങേര് ഡോറ് തുറന്ന് ഇറങ്ങി വന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു കഴുകനടാ ഓർമ്മ വന്നത്. അങ്ങേരുടെ തൊട്ടുപുറകെ ഒരു തുമ്പി കൈ പിടിച്ചിറങ്ങി വന്നു. തുമ്പിക്കൈ പിടിച്ചിറങ്ങി വരണ അയാളെന്താ ആനയായിട്ടാണ് വന്നത്? തുമ്പിക്കൈ അല്ലടാ, പിന്നെ ഒരു തുമ്പി കൈ പിടിച്ചിറങ്ങി വന്നു. അമ്മയുടെ കൈയും പിടിച്ച് പൂത്തുമ്പിയെ പോലെ ഒരു പെൺകുട്ടി. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി. അന്ന് അവളെ കണ്ടപ്പോഴേ എനിക്കൊരു കാര്യം, 3 കാര്യം പിടികിട്ടി. 1, അവൾ എന്നെ കൊണ്ടേ പോവുള്ളൂ. 2, നമുക്കെല്ലാ ഇന്ത്യക്കാരെ സഹോദരന്മാരായിട്ട് കാണാൻ പറ്റും. 3, ആ പൊതുവാൾ മാഷ് എന്റെ അന്തകനായിരിക്കുന്നു. ഉഗാണ്ടയിൽ ഈദിയമേം ഭരിച്ച പോലെയായിരുന്നു സ്കൂളിൽ പൊതുവാൾ മാഷിന്റെ ഭരണം. ഈ ഇഡി ഹമീദ് മിനിസ്റ്റർ പദ്യം പഠിച്ച മാഷ് മറന്നുപോയത്. മലന്നുപോയോ? മറവിക്കുള്ള മരുന്ന്. പിടിക്കടാ.
കമലദളനയൻ എന്നോട് വിജയനര ചൊല്ലി ഞാൻ കാരുണ്യവാരിതേ ശ്രീപദേ വന്ന യോദ്ധാക്കളെ കാണുവാൻ അടുത്ത് നിർത്തണം ഈ സ്യന്തനം. വല്ല സ്മാർട്ടാവല്ലേ? ഓടാ ഓടാ. വിനോദ് എ ജി, ചന്ദ്രിക. മതി മാഷി തല്ലിയത്. അവക്ക് 48 മാർക്കില്ല. ഒരെണ്ണം തന്നാലല്ലോ. അവളുടെ അമ്മയുടെ 48. ആ പ്യൂണിന്റെ മകന്റെ മാർക്ക് എത്രയാണെന്ന് അറിയോ? 50-ൽ 50. കാണിച്ചു കൊടുക്കാൻ. അയ്യോ മാഷേ, വേണ്ട മാഷേ. ഇനി അഞ്ജലിക്ക് ഒരിക്കലും എന്നേക്കാൾ മാർക്ക് കുറഞ്ഞതിന്റെ പേര് അടി കിട്ടില്ല കേട്ടോ. അതെന്താ? അതൊക്കെ ഉണ്ട്. ഏകനായിരുന്നു എന്ന് ഞാൻ. സൈലൻസ്. എന്താ സത്യ, ഇത്തവണ 2ാം സ്ഥാനത്തായി പോയല്ലോ. ആദ്യം ശരിയുത്തരം എഴുതി, അത് വെട്ടി, പിന്നെ തെറ്റുത്തരം എഴുതി വെച്ചിരിക്കുന്നു. കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധിക്കണ്ടടാ. ആ പ്രാവശ്യത്തെ ഓണപരീക്ഷയ്ക്ക് അവക്ക് മുടിഞ്ഞൊരു അക്കടി വിട്ടു. എന്താ? കണക്ക് പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടുമെന്നറിയാൻ വേണ്ടി ഉത്തരങ്ങൾ ഒത്തു നോക്കിയപ്പോഴാ ആ അക്കടി മനസ്സിലായത്. a+b² അത് കിട്ടിയില്ലേ? ഈ 2 ദിവസം കിട്ടിയോ 25 മീറ്ററിന്റെ? എവിടെ? ഈ 9ഉം 10ഉം. ഇത് എന്താ? എന്തിനാ അഞ്ജലി കരയുന്നേ? ഇതിന്റെ ഉത്തരവൊന്നും ഞാൻ എഴുതിയിട്ടില്ല. ചോദ്യ പേപ്പറിന്റെ ഈ വശം ഞാൻ കണ്ടില്ലായിരുന്നു. എന്താ മോളെ, എന്ത് പറ്റി? ആരായിരുന്നത്? ഏത്? അല്ല, എന്താ മോളെ ചോദിച്ചാള്? പുതുവാളുടെ ഗുണ്ടയാ? നിന്റെ ശ്രദ്ധ വേറെ ആൾക്കാരാണ്. സബ്ജക്റ്റ് ശ്രദ്ധിക്കണോ? ഇതെന്താണ് ഒരു സംശയം ചോദിച്ചാലേ? അത് എന്നിട്ട് എന്ത് പറ്റി? വാട്ട് ഹാപ്പൻഡ്? അത് പറ. പേപ്പർ കിട്ടുമ്പോ അച്ഛനെ കൊല്ലും. ആളുകൾ നോക്കുന്നു. കരയല്ലേ, വഴി ഉണ്ടാക്കാന്നല്ലേ പറഞ്ഞ്. ഇത്രയും കാലം ഞാൻ പറഞ്ഞതൊക്കെ നടന്നില്ലേ? ഇതും നടക്കും. എങ്ങനെ? ആരാ? തുറക്കടാ. വാതിൽ തുറക്കടാ. തുറക്ക്. എന്താണ് അവിടെ കാര്യം? ഇവിടെ വാടാ. മറിക്ക. എന്തിനാണ് സത്യ രാത്രിയിൽ നീ ഓഫീസിൽ വന്ന് കയറിയത്? ചോദിച്ചത് കേട്ടില്ലേ? എന്തിനാ രാത്രി ഓഫീസിൽ വന്ന് കയറിയത്? എന്തിന്? മോഷ്ടിക്കാൻ. സ്കൂൾ ഫീസ് സ്കോളർഷിപ്പുമായി ചില്ലാനം അലമാരിയിൽ വെച്ചിരുന്നു.
കൃത്യമായിട്ട് ആ അലമാര തന്നെ വന്ന് തോന്നുന്നു. എന്തൊക്കെയാടാ ഞാൻ ഈ കേൾക്കുന്നേ? എന്റെ അമ്മയാണ് സത്യം, ഞാൻ കള്ളനല്ല മാഷേ. അലമാരിയിൽ കാശിരിക്കുന്ന വിവരം രണ്ട് വ്യക്തികൾക്ക് അറിയുള്ളൂ. തന്റെ അറിവില്ലാതെ അലമാരിയുടെ താക്കോൽ എങ്ങനെ ഇവന്റെ കയ്യിൽ വന്നു എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എനിക്കുണ്ട്. ഞങ്ങളുമൊക്കെ ചോറ് തന്നെയാണോ കഴിക്കുന്നത്? മനസ്സിലായി? മാഷേ ദൈവദോഷം പറയരുത്. പറയുന്നതിലേ ഉള്ളൂ പ്രശ്നം, കാണിക്കുന്നതിൽ കുഴപ്പമില്ല. ഉന്നാര മോനെ വിളിച്ചോണ്ട് പോണോ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ? മേലാലി കോമ്പൗണ്ടിൽ കയറി പോയത് കൊണ്ടുപോടോ. നോക്കി നിൽക്കാൻ ഇറങ്ങി പോടോ. എന്നിട്ടെന്തായി? എന്നിട്ടെന്താവാൻ, അച്ഛന്റെ പണി പാപ്പനും കൂടായി. എന്റെ ജീവിതം പൊതുവാള് നക്കി. സ്വഭാവ സർട്ടിഫിക്കറ്റിൽ അയാൾ ചുവന്ന വരയിട്ടതുകൊണ്ട് എന്റെ പഠിത്തം കൊല്ലം കൂട്ടുപോയി. അല്ല, എനിക്ക് മനസ്സിലാവാത്തതാണ്. സിനിമയിലും ഇങ്ങനെ തന്നെയാണ്. നായകൻ നായകടുത്ത് വാതുറന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. അണ്ണനെ നഞ്ചരി ചേച്ചിട്ട് നടന്നാലും തുറന്നു പറയായിരുന്നില്ലേ? അണ്ണന്റെ വലിയ പഴം തിരികെ വെച്ചേക്കാ. പോത്തെ നാണക്കേട് കൊണ്ട് നാട് വിടണോ അതോ വിഷം കുടിച്ച് തൂങ്ങിച്ചാവണോ എന്ന് ആലോചിച്ച് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താണ് അവളുടെ അടുത്ത് കഥ പറയാൻ ചെല്ലണത്. പറയുമ്പോ തന്നെ അത് അവൾ അങ്ങോട്ട് വിശ്വസിക്കുകയും ചെയ്യും. എന്റെ അച്ഛൻ വിശ്വസിച്ചിട്ടില്ല, പിന്നെയാണ് അവള്. അല്ലണ്ണ, അപ്പൊ നിങ്ങളുടെ ഈ കല്യാണം നടത്താൻ ഈ പൊതുവാള് മനുഷ്യ സമ്മതിക്കൂ? പുതുവാള് ഞാൻ തട്ടും, എന്നിട്ട് അയാളുടെ സുന്ദരി പെണ്ണ് ഞാൻ കെട്ടും.